ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള പൗച്ചുകൾ ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യാത്തതോ അതല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പൗച്ചോ ആയിക്കോട്ടെ, കുറേ നാൾ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സിബിന് ഇതേപോലെ ഒരു സ്റ്റെക്ക് വരാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. ഇങ്ങനെ സ്റ്റെക്കായിട്ടുള്ള സിബ് ചെറിയൊരു ബുദ്ധിമുട്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹാൻഡിൽ ആ ഒരു സിബിൽ നിന്ന് ഊരി പോരാറുമുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതാ വാസ്ലിനാണ് കേട്ടോ. ഞാൻ കുറച്ച് വാസ്ലിൻ എൻ്റെ കയ്യിലൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു പൗച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ സിബിലൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള പൗച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വൈറ്റ് വരുന്ന സിബിൻ്റെ ആ ഭാഗത്ത് ഞാൻ നന്നായിട്ട് തന്നെ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രമേ സ്റ്റെക്കായിട്ട് തോന്നുന്നുള്ളൂ എങ്കിൽ സ്റ്റെക്കുള്ള ഭാഗത്ത് മാത്രം ആക്കി കൊടുത്താൽ മതി. അതിന് ശേഷം 2-3 തവണ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് ആ ഒരു പ്രശ്നം നന്നായിട്ട് തന്നെ സോൾവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാഗിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇൻസുലേഷനാണ് കേട്ടോ. ഈ ഒരു ഇൻസുലേഷൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമുക്കതിന് പുറകെ പോവാറുണ്ട്. എന്നാൽ അതില്ലാണ്ട് വലിയവർക്കും കുഞ്ഞ് മക്കൾക്കായാലും പെട്ടെന്ന് ആ ഒരു സ്റ്റാർട്ടിങ് കണ്ടെത്താനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പെന്നിൻ്റെ ക്യാപ്പാണ്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്തിയതിന് ശേഷം ആ ഒരു പെന്നിൻ്റെ ക്യാപ്പിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ആ ഒരു ഇൻസുലേഷൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായമായവരായിക്കോട്ടെ കുഞ്ഞു മക്കളായിക്കോട്ടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലേഷനൊക്കെ വേണ്ട സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടെത്താനായിട്ട് എളുപ്പമായിരിക്കും. സന്ധ്യാസമയങ്ങളിൽ കൊതുകിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെയുള്ള കൊതുക് തിരികൾ. ഇത് നമ്മളൊരു സ്റ്റാൻഡും ഇല്ലാതെ കുത്തിവെക്കുന്ന സമയത്ത് അത് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയൊക്കെ താഴെ വീഴാറുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. മക്കളുടെ കയ്യിലായാലും വായിലായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ആ ഒരു ടെൻഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചിരട്ടയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത വിസ്താരമുള്ള കുഞ്ഞ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിരട്ടയാണ് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ട്. മണ്ണും ചിരലും കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ മണൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ തവണ നമ്മൾ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ ഒരുപാട് നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഞാനിതാ ഒരു കൊതുക് തിരി കത്തിച്ചെടുത്തതിന് ശേഷം ചിരക്കില്ല നിറച്ചിട്ടുള്ള ചിരട്ടയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊതുക് തിരി വെക്കാനായിട്ട് സ്റ്റാൻഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. മാത്രമല്ല ഇത്രയും വിസ്താരം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കൊതുക് തിരി കത്തുന്ന സമയത്ത് വരുന്ന പൊടി ഫ്ലോറിലോ താഴെയൊന്നും ആവില്ല. ഇത് കുറച്ച് കത്തി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു പൊടി ഇതിൽ ചിരട്ടയിൽ വീണിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വൈറ്റ് കളറിൽ മുഴുവനായിട്ട് കത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കത്തി കഴിഞ്ഞ സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കുറച്ച് വെളിച്ചത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതാ ഈ ഒരു ചിരട്ടയുടെ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ആ ഒരു വൈറ്റ് പോർഷനായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതെല്ലാം ആ ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിൽ ഫ്ലോറിലോ അതല്ലെങ്കിൽ മക്കളുടെ കയ്യിലൊന്നും ആവാതെ നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ ലിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിലിൻ്റെ ലിഡിൻ്റെ 2 സൈഡും ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ. ഈവൻ കിച്ചണിലാണെങ്കിൽ പോലും പല ആളുകളും പല റെസിപ്പീസും ട്രൈ ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് വെക്കുന്ന സമയത്ത് ഫോൺ താഴെ വീഴാനും സ്ക്രീന് ഡാമേജ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ടെൻഷൻ ഇല്ലാതെ മൊബൈൽ കാണാനും അതേപോലെ തന്നെ നമ്മുടെ വർക്കുകൾ ചെയ്യാനും പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലിഡിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് മൊബൈൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി നേരം നമുക്ക് മൊബൈൽ സേഫായി കൊണ്ട് തന്നെ വീഡിയോസ് കാണാനായിട്ട് പറ്റും.
ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ. നമ്മുടെ ജനലിൻ്റെ അരിക്, അതുപോലെ തന്നെ വാതിൽ കട്ടിലയുടെ അരിക്, ഡിസൈനൊക്കെ ഉള്ള വാതിലുകളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാറാല വടിയാണ്. അപ്പോൾ അത് മാറാല തട്ടാൻ മാത്രമല്ല, വളരെ എളുപ്പത്തിൽ കുഞ്ഞ് ഡിസൈനുകളൊക്കെ ഉള്ള വാതിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സോക്സ് ആണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു സോക്സ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു സോക്സ് നനച്ച് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു മാറാല വടിയുടെ ഇതിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഊരി പോരാനായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ 2 റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പറ്റ അടിയിലും അതേപോലെ തന്നെ ഒന്ന് സെൻറ്റർ ഭാഗത്തായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഡിസൈനുള്ള വാതിലുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള അഴുക്കെല്ലാം പോന്ന് കിട്ടും. നമ്മൾ കൈവച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്കിതിനായിട്ട് പോവാറുണ്ട്. മാത്രമല്ല, കൈവച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ മുറിവൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും നമുക്ക് വരികയില്ല. ആ ഒരു ഭാഗത്തുള്ള അഴുക്കെല്ലാം നമുക്ക് പോന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതാ കുഞ്ഞ് ഡിസൈനുകളുള്ള ഈ ഒരു ഭാഗം കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മാത്രം മതി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്ലീനിങ് ടിപ്പ്, കുഞ്ഞു മക്കൾക്കും ചെയ്യാവുന്ന ഒരു ടിപ്പ് തന്നെയാണ്. ഇപ്പം ഞാൻ ഡോറിൻ്റെ ഡിസൈൻ വരുന്ന ഭാഗം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെയൊക്കെ വാതിൽ കട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഇവിടെ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ മുറിവ് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അഴുക്കും പെട്ടെന്ന് പോയി കിട്ടും. മാത്രമല്ല കൈയിന് മുറിവാകും എന്നുള്ളൊരു ടെൻഷനോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കട്ടിലിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി അഴുക്ക് സോക്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു സോക്സ് നല്ല വെള്ളത്തിൽ കഴുകി വീണ്ടും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ക്ലീൻ ചെയ്യുന്ന ഭാഗത്തെല്ലാം അഴുക്ക് എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ജനൽ കട്ടിലിൻ്റെ അരികുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ വാതിൽ കട്ടിലിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴ്ഭാഗം കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു സോക്സിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു വാതിലും അതേപോലെ തന്നെ റൂമിലെ വാതിൽ കട്ടിലിൻ്റെ സൈഡും ക്ലീൻ ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള അഴുക്കാണ് കേട്ടോ അത്. ഇനിയും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സോക്സ് ഷാമ്പൂ ഇട്ട വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു അഴുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സോക്സ് ഇതിൽ നിന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഊരി മാറ്റിയതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ അത്. ഈ ഒരു സോക്സിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല പോലെ കാണുന്നുണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.